എവിടെ റോസ്? ഈ റോസ് അല്ല, ക്ലാസ്മേറ്റ് റോസ്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, സാറിന് തരാൻ പറഞ്ഞു. ടു പവി വിത്ത് ലവ്. ഓ, അഡ്രസ്സും ഉണ്ടോ? അഡ്രസ് രണ്ടും ഒന്ന് തന്നെ. പ്ലീസ് കോണ്ടാക്ട് മീ വിത്തിൻ 1 hour. റോസ്. ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. ആ ബാബുട്ടാ, നിന്നെ നീ പുളിച്ച 3 തെറി പറഞ്ഞേ. ആരെ? എന്നോട് പറയടാ, ഒരു അത്യാവശ്യത്തിനാ. അയ്യ, ഇവിടെ വെച്ചോ? എന്റെ ചെവി പറയടോ. പുതിയതാ? ആ, കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? ആണല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ക്യാബിനിലേക്ക് വാ, കുറച്ച് പണിയുണ്ട്. ഇന്ന് ആർക്കെങ്കിലും ശരിക്ക് കിട്ടും. ഞാൻ നല്ല കല്ല് വെച്ച 3-4 തെറി ശരിക്ക് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. മിക്കവാറും അത് ബാബുക്കുട്ടനെ തന്നെയായിരിക്കും. ചിരിക്കണ്ട, അവൻ എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ഗുരുത്തുള്ളവനാ. ആ ബാബുട്ടാ, നീ എഴുത്തുകൊണ്ട് കൊടുക്കണം. അഡ്രസ് കവറിലുണ്ട്. വൈകുന്നേരം പോയാ പോരെ? പോരാ, ഇപ്പൊ തന്നെ പോണം. അവളവിടെ 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. നീ ഒരു ഓട്ടോ പിടിച്ച് പോക്കോ. ആ പിന്നെ മറുപടി തരാൻ പ്രത്യേകിച്ച് പറയണം. അത് വാങ്ങിച്ചോണ്ട് നീ വരാവൂ, അല്ലെ വരരുത് പ്ലീസ്. അത് വാങ്ങിച്ചിട്ടേ ബാബുട്ടം വരൂ. ആ, എന്നാ വിട്ടോ. വിട്ടു. ഇപ്പോഴൊരു സമാധാനായത്. റോസ് ഇൻ ദ ബാസ്കറ്റ്. പവി വന്നു. എത്രയാ? 10 രൂപ. അയ്യോ, പവിയല്ല, കടയിലേതോ സ്റ്റാഫാണെന്നാ തോന്നുന്നത്. ആ, ഇതാ കോഴിക്ക് വെച്ചത് കൊളക്കോഴിക്ക് കൊള്ളുതാന്ന് പറയുന്നത്. ഓ, നമസ്കാരം. എന്താ? ഇത് ഇവിടെ തരാൻ പറഞ്ഞു. പവി നിനക്ക് ലവ് ലെറ്റർ വല്ലതും കൊടുത്തു വിട്ടതായിരിക്കോ? ഏയ്, അത് മാത്രം പവി എനിക്ക് കൊടുത്തുവിടാൻ ഒരു സാധ്യതയില്ല. പിന്നെ എന്തായിരിക്കും അത്? ആ, മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. എന്തിനായിരിക്കും അവരകത്ത് പോയത്? കുളക്കോഴിക്കിന് വല്ല ചായയോ കാപ്പിയോ കൊടുക്കാനാണോ? ഹലോ, പോലീസ് സ്റ്റേഷൻ. കുളക്കോഴിയെ പിടിക്കാൻ പട്ടി അഴിച്ചുവിടാൻ പോയതാണോന്ന് എനിക്കൊരു സംശയം. ദേ, കൊളക്കോഴി കൊത്തുന്നുണ്ടെന്നാ തോന്നുന്നേ. എന്നാ ഞാൻ കുറച്ച് തവിടും പിണ്ണാക്കും ഇട്ട് കൊടുത്തേക്കാം. ഹായ്. പാവം, വളർത്തി വളർത്തി കൊല്ലാനാന്ന് കൊളക്കോഴി അറിയുന്നില്ലല്ലോ. ആരാടാ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി തെറുക്കത്ത് കൊടുത്ത്? ഇയാളാണ് സാർ. അയ്യ, നീ ആരാടാ? അയ്യ, ഞാനാ ടൈപ്പൊന്നല്ല. പിന്നെ ഞാൻ മറുപടി കാത്തു നിൽക്കുക. മറുപടി കാത്തു മറുപടി ഞാൻ തരാടാ. വണ്ടി വിട്. മോളെ, കളി കൈവിട്ട് തുടങ്ങിയേ. എവിടം വരെ പോന്നു നോക്കട്ടെ. അങ്ങോട്ട് ചെല്ലടാ റാസ്കൽ. ആരാ? എന്താ പറയാമേ? അതെ, ഇയാള് തന്റെ സ്റ്റാഫാണോ? അല്ല. ആണ്. ഇയാൾ എന്താ തോന്നിയാസാ കാണിച്ചെന്നറിയോ? എന്താടാ കാണിച്ചേ? ഞാൻ പറഞ്ഞുതരാം. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇവൻ തെറിക്കത്ത് കൊടുത്തു. അതും ഞങ്ങള് പോലീസുകാർ തോറ്റുപോകുന്ന തെറി. ഈശ്വരാ, നിനക്ക് അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലടാ? അത് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ എന്റെ മോനാള് തന്നതാണ്. ഏയ്, ഞാൻ കൊടുത്തൊന്നുമല്ല. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിവന്റെ സ്ഥിരം പരിപാടിയാ. നല്ല തറവാട്ടിക്കൊണ്ടേ തിരക്കത്ത് കൊടുക്കും. അതിവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അല്ല പവൻ, അന്ന് കുക്കു അയൽക്കാരനുമായിരുന്നു കുഴപ്പക്കാർ. ഇപ്പതേ ഇവൻ. ഒരു സംശയം ചോദിച്ചോട്ടെ, തന്റെ കൂടുള്ളവരെല്ലാം ഇങ്ങനെ ഞരമ്പ് രോഗികളാണോ? അല്ലാതിപ്പോ മറിയാമ്മ, ഇത്തവണ ഇവനോടും കൂടി ഒന്ന് ക്ഷമിച്ചേക്ക്. ഇനി ഇവിടുന്ന് ആരും ഒരു കുഴപ്പമുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇനി പഴയ കോളേജ് മേറ്റ് പറഞ്ഞിട്ട് വിട്ടില്ലെന്ന് വേണ്ട.
പക്ഷെ ഇവനോട് എനിക്ക് 2 വാക്ക് പറഞ്ഞാലേ സമാധാനം കിട്ടും. ഇനി നീ പോലീസുകാര് തോറ്റുപോകുന്ന ഭരണിപ്പാട്ട് എഴുതിയ നീ പോലീസിന്റെ തനി സ്വഭാവം അറിയും. പിന്നെ നിന്നെ ഞങ്ങള് വല്ല ഭരണിക്കകത്തും കഷ്ണം കഷ്ണമാക്കി നുറുക്കിയിട്ട് അടിയിൽ കൂടെ തീ വയ്ക്കും. കേട്ടടാ ഞാനമ്പുരോന്ന്. പവൻ കമോൺ. സാറിനൊരു കോളുണ്ട് ബോംബെന്നാ. ബോംബെ ഹലോ. ഐ എം സോറി. ഇത്രയും വരെ കൊണ്ടെത്തിക്കണമെന്ന് വിചാരിച്ചതേ അല്ല. ഐ എം റിയലി സോറി പവി. നീ ഇപ്പൊ എവിടെയുണ്ട്? ദാ ഇവിടെ തന്നെ, തൊട്ടടുത്ത്. അടുത്തോ? അടുത്തെന്ന് വെച്ചാ ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് വരാം. നീ ഇങ്ങോട്ട് വരെയും വേണ്ട, നിന്നെ എനിക്ക് കാണുകയും വേണ്ട. നിന്നെങ്ങാനെ കൺമുമ്പിൽ കണ്ടല്ലോ, പണ്ട് ലക്ഷ്മണൻ ശൂർപ്പണയെ ചെയ്തില്ലേ, അതുപോലെ വെട്ടിയെറിഞ്ഞ് നിന്നെ നുറുക്കി 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 ഞാൻ കേട്ടറി. സോറി, ഇറ്റ്സ് ഓക്കെ, താങ്ക് യു, നോ മെൻഷൻ. ഓക്കെ, നാറ്റക്കേസ് ഉണ്ടാക്കിയിട്ട് വന്ന് നിക്ക പോങ്ങൻ. ആരാ നാട്ടുകേസ് ഉണ്ടാക്കിയത്? ഇയാള് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. എടാ നിന്നോട് ഞാൻ പറഞ്ഞ ആ കത്തുണ്ട് വേറെ വീട്ടിൽ കൊടുക്കാൻ. അഡ്രസ് നോക്കി കൊടുക്കാനല്ലേ ഇയാൾ പറഞ്ഞത്? അഡ്രസിന്റെ മുമ്പിൽ റോസ് എന്ന മത്തങ്ങ അക്ഷരത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടില്ലേ? റോസ് എന്ന് പറഞ്ഞാൽ റോസിന് കൊണ്ടേ കൊടുക്കണം, അല്ലാതെ കേട്ട തള്ളമാർക്കല്ല കൊണ്ടേ കൊടുക്കേണ്ടത്. മനസ്സിലായടാ കഴുതേ? 5ാം ക്ലാസ് വരെ മണ്ടത്തരം പഠിച്ചിട്ട് വന്ന് നിൽക്കുക. എടാ നിന്റെ സംസർഗം കൊണ്ടാ എനിക്ക് ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ പറ്റണത്. നിന്നെ മോങ്ങാതെ പോയി നിന്റെ ജോലി വെക്കടാ, പോരാ. ആരക്കഴുത? എനിക്ക് ഏത് സമയത്ത് അങ്ങനെ തോന്നിയത് ഈശ്വര, ഒരു കാര്യമില്ല. മിസ്റ്റർ പവി, യെസ്. എന്താ പവി? കേട്ടാലറിയാത്തയാളെ കണ്ടിട്ടറിയുന്നുണ്ടോ? നോക്കിക്കോ, ശരിക്കും നോക്കിക്കോ. തീരെ ഓർമ്മ കിട്ടുന്നില്ല? റാഗിങ്ങിന്റെ പേരിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയറിന് പഠിച്ചിരുന്ന ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണിന്റെ മുടി മുറിച്ച ഓർമ്മയുണ്ടോ? അഞ്ജന. പവിന്റെ പേരും മറന്നിട്ടില്ല? മറക്കാൻ പറ്റുമോ? ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? അഞ്ജന പിള്ള. എന്നെങ്കിലും നേരിട്ട് കണ്ടാൽ പവി പറഞ്ഞതുപോലെ നുറുക്കി 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 നുറുക്കി. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഇത്രയൊക്കെയല്ലേ ചെയ്തുള്ളൂ. എ സ്വീറ്റ് റിവെഞ്ച്. പക്ഷേ ക്ലൈമാക്സ് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇപ്പതേ എന്റെ മനസ്സ് ക്ലീനായി. പവിയുടെ മനസ്സിലും പിണക്കൊന്നും വേണ്ടാട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട്സ്. ഓക്കെ? കോളേജ് ലൈഫിനിടയിൽ ഒരു ചെറിയ തമാശ, അത്രേ ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷെ അഞ്ജന പഠിത്തം നിർത്തി എന്നറിഞ്ഞപ്പോഴാണ് ആ തമാശ എത്രമാത്രം ക്രൂരമായി പോയെന്നും അത് അഞ്ജനയെ എത്രത്തോളം വേദനിപ്പിച്ചു എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞു. അമ്മയും സഹോദരിമാരും ഒന്നുമില്ലാതെ വളർന്ന എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള വിവേകമില്ലാതായി പോയി. എന്താ കഷ്ടം. പവി ഇങ്ങനെ ഒരു തൊട്ടാവാടി ചെക്കനായി പോയെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യാനാ? പവി ഇങ്ങനെ സെന്റിമെന്റിലാകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അന്നൊക്കെ മുട്ടറ്റം വരെ കിടക്കുന്ന മുടിയാണ് പെണ്ണിന് സൗന്ദര്യം എന്നായിരുന്നു എന്റെ കൺസെപ്റ്റ്. അതുകൊണ്ടാ അന്ന് ലോകം തന്നെ നഷ്ടമായെന്ന് എനിക്ക് തോന്നിയതും സ്റ്റേറ്റ്സിൽ നിന്ന് പപ്പ വിളിച്ചപ്പോ അങ്ങോട്ട് ഓടിപ്പോയതും അവിടെ പഠിച്ചതും. ഒരുതരം ഒളിച്ചോട്ടം. പക്ഷെ ഇപ്പോ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമല്ല, ജീവിതത്തോടുള്ള എന്റെ ഔട്ട്ലുക്ക് തന്നെ ആകെ മാറി. എന്നാലും എന്റെ മനസ്സ് നിറയപ്പോഴും കുറ്റബോധ. അതുകൊണ്ടാ തെറ്റിയതെടുത്ത് തന്നെ കൊണ്ടുവന്ന് ഞാൻ എല്ലാം ഏറ്റു പറയുന്നത്, മാപ്പ് ചോദിക്കുന്നത്. എന്താ പവി ഇത്? ഞാനെല്ലാം മറന്നു എന്ന് പറഞ്ഞില്ലേ? മാത്രമല്ല നമ്മൾ ഇനി നല്ല ഫ്രണ്ട്സ് ആണെന്നും പറഞ്ഞു. ദേ ഞാൻ ഇനി ഒരു 6 മാസം ഇവിടെ തന്നെ ഉണ്ട്. അതുവരെ എനിക്കിവിടെയുള്ള ഒരേ ഒരു ഫ്രണ്ടും പവിയ. അതുകൊണ്ട് ഇനി എന്ത് കാര്യത്തിനും ഞാൻ പവിയെ ശല്യപ്പെടുത്തും. ദേ എന്റെ കൂടെ വന്നില്ലെങ്കിലാ. ഓ ഓ എന്താ അത്ര ചിരിക്കാൻ? എടാ, നിനക്കൊരു അഹങ്കാരമുണ്ട്. നീയാണ് എന്റെ തന്താന്ന്. ആ അഹങ്കാരത്തിന് ഒരു പീക്കിരി പെണ്ണു വഴി നിനക്ക് കിട്ടിയ ശിക്ഷയാണിത്. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. അച്ഛാ, അറിയാൻ പാടില്ല അച്ഛൻ പഠിച്ചു വെച്ചോ. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല. എന്നിട്ട് ഞാൻ തടുത്തല്ലോ. അവള് ഫോൺ ചെയ്തപ്പോ ഞാൻ വല്ലതും വിശ്വസിച്ചു? നീയല്ലേ വായും പൊളിച്ച് അവിടെ പുറകെ പാഞ്ഞു കിടന്ന അവസാനം കുഴി പോയി ചാടിയത്. ഇത് വെച്ച് നോക്കുമ്പോ ഞാൻ നാറിയതൊക്കെ എത്ര നിസാരം. പക്ഷെ ഒന്നും ഉള്ളിൽ വെച്ചോണ്ടല്ല അവള് പെരുമാറിയെന്ന് എന്നോട് പറഞ്ഞല്ലോ. പിന്നീട് അത്ര ഡീസന്റ് ആയിട്ട് എന്നോട് ബിഹേവ് ചെയ്തു. അത് അവളുടെ യോഗ്യത, അല്ല നിന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടൊന്നും അല്ല. എടാ, നമ്മളോട് തെറ്റിയതവരോടും തിരിച്ചും മാന്യമായിട്ട് പെരുമാറണം. അതാണ് ക്യാരക്ടർ. അല്ല തന്തയുടെയും തന്തയുടെ പ്രായമുള്ള കൂട്ടുകാരന്റെ തലേ കയറി നിരങ്ങുന്നതല്ല. മനസ്സിലായോ?
എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം, ആ മിടുക്കിയെ.